ഓം ശ്രീ ഗുരുഭ്യോ നമ. സരളം സംസ്കൃതം പാഠശാലയിലേക്ക് എല്ലാ സുമനസ്സുകൾക്കും സ്വാഗതം. നമസ്തേ. ഭക്തകവി പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ഭാഗം 2 ഇപ്പോൾ അവതരിപ്പിക്കുന്നു. കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശമീ ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയാ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷുജനങ്ങൾക്കും സക്തരായ വിഷയീജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. വിശ്വനാഥൻ്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ അതുകൊണ്ടു വിശേഷിച്ചും ഭൂലോകം 14 വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ലവണാംബുധി മധ്യേ വിളങ്ങുന്ന ജംബൂദ്വീപൊരു യോജനലക്ഷവും സപ്തദ്വീപുകളുണ്ടതിലെത്രയും ഉത്തമമെന്നു വാഴ്ത്തുന്നു. പിന്നെയും ഭൂപത്മത്തിനു കർണികയായിട്ടു ഭൂധരേന്ദ്രനതിലല്ലോ നിൽക്കുന്നു. ഇതിൽ9 ഖണ്ഡങ്ങളുണ്ടല്ലോ അതിലുത്തമം ഭാരതഭൂതലം. സമ്മതരായ മാമുനി ശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. കർമ്മബീജമതിന്നു മുളയ്ക്കേണ്ടോ ബ്രഹ്മലോകത്തിരിക്കുന്നവർക്കും. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങുമെഴുതല്ല നിർണയം. അത്ര മുഖ്യമായുള്ളൊരു ഭാരതമീ പ്രദേശമെന്നെല്ലാരും ഓർക്കണം. യുഗം 4ലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും. അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13ലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ 6ലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങൾ 8ലുമുള്ളോരും മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലായ്കയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാദരം കൈവണങ്ങിയിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡം തന്നിൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. കാലമിന്നു കലിയുഗമല്ലയോ ഭാരതമീ പ്രദേശവുമല്ലയോ നമ്മളെല്ലാം നരന്മാരുമല്ലയോ ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും.
ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറകയോ, നാവു കൂടാതെ ജന്മമതാകയോ, നമുക്കിന്നീ വിനാശമില്ലായ്കയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതേ നാം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുകൃതത്താൽ. എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചോ നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി. അതു വന്നിട്ടീ വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം. എത്രയും വണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി, 10 12 പോയി. തന്നെത്താൻ അഭിമാനിച്ചു പിന്നീടും തന്നെത്താൻ അറിയാതെ കഴിയുന്നു. ഇത്ര കാലമിരിക്കുമിനി എന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു. ഓർത്തറിയാതെ പാടുപെടും നേരം നേർത്തു പോകുമതെന്നേ പറയാവോ. അത്രമാത്രമിരിക്കുന്ന നേരത്തോ കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചോ നാണം കെട്ടോ നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ചോ മതി കെട്ടോ നടക്കുന്നിതു ചിലർ. ചഞ്ചലക്ഷിമാർ വീടുകളിൽ പൊക്കോ കുഞ്ചിരാമനായാടുന്നിതു ചിലർ. കോലകങ്ങളിൽ സേവകരായിട്ടോ കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ. ശാന്തി ചെയ്തോ പുലർത്തുവാനായിട്ടോ സന്ധ്യയോളം നടക്കുന്നിതു ചിലർ. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്മാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. വന്ദിതന്മാരെ കാണുന്ന നേരത്തോ നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പൂവെന്നും ചിലർ. ബ്രാഹ്മണ്യം കൊണ്ടു കുന്തിച്ചോ ബ്രഹ്മാവും എനിക്കൊക്കായെന്നും ചിലർ. അർത്ഥാശയ്ക്കു വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ. സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ. മത്തേഭം കൊണ്ടു കച്ചവടം ചെയ്തും ഉത്തമ തുരകങ്ങളതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ടോ എത്ര നേടുന്നിതർത്ഥം ശിവ ശിവ. വൃത്തിയും കെട്ടു ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. വൃത്തിയും കെട്ടു ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. നമസ്തേ.